ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാനിവിടുത്തെ 2 മുട്ട എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ പൊടിച്ച് കൊടുക്കാതെയും ചേർക്കാം കേട്ടോ, പക്ഷെ പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വാനില എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നമുക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് പാലുകൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ പാല് അധികം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിൽ ബട്ടർ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ബൗൾസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലൊരല്പം നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള 1-2 ചേരുവകളുണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഈ വെക്കേഷൻ ടൈമിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്